ചോദ്യമല്ല, ഒരു ചോര വീണ മണ്ണിൽ നിന്ന് എന്നുള്ള ഗാനം ഒന്ന് ആലപിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അനിൽ പനച്ചൂരാനോട് ഒരു റിക്വസ്റ്റാണ്, ചോര വീണ മണ്ണിൽ നിന്ന് എന്നുള്ളതാണ്. ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം ചേതനയിൽ 100 പൂക്കളായി പൊലിക്കവേ, നോക്കുവിൻ സഖാക്കളെ നമ്മൾ വന്ന വീതിയിൽ ആയിരങ്ങൾ ചോര കൊണ്ടെഴുതി വച്ച വാക്കുകൾ. മൂർച്ചയുള്ളൊരായുധങ്ങളല്ല പോരിനാശ്രയം, ചേർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണതോർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, കാരിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. നട്ട് കണ്ണ് നട്ട് നാം വളർത്തിയ വിളകളെ ഒന്ന് കൊയ്തു കൊണ്ടുപോയ ജന്മികൾ ചരിത്രമായി. സ്വന്ത ജീവിതം ബലി കൊടുത്തു കോടി മനുഷ്യർ പോരടിച്ച് കൊടി പിടിച്ച് നേടിയതീ മോചനം. നമ്മളിപ്പോൾ മറന്നു പോയിരിക്കുന്നത് നമ്മൾ പണ്ടേ സ്വതന്ത്രരായിരുന്നൊക്കെ വിചാരിച്ച് നടക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ കണ്ണു നട്ട ആളുകളെ ഓർക്കാൻ കൂടിയാണ് ഈ കവിത ഇവിടെ നിർത്തുന്നത്. ചോര വീണ മണ്ണിൽ നിന്നും എന്ന് തുടങ്ങുന്ന പോലുള്ള ഒരുപാട് കവിതകൾ എഴുതിയിരുന്ന അങ്ങ് ഇപ്പൊ വെറും ഗാനങ്ങൾ മാത്രം എഴുതുന്നു എന്നൊരു വിമർശനം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും? കവിതകൾ ശ്രദ്ധിക്കപ്പെടാതിരുന്നത് കൊണ്ടാണോ, അതോ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് പാട്ടുകൊണ്ടാണോ? അതുകൊണ്ടല്ല. എൻ്റെ കവിത നിങ്ങൾ കേട്ടിരുന്നത് CD എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ആ കച്ചവടം ഇപ്പോൾ ഇല്ല, ആ പണി കൂട്ടി. പറഞ്ഞു മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാത്തത്. അതാണ് സത്യം. ഞാൻ എഴുതുന്നില്ല എന്നുള്ളതുകൊണ്ടല്ല, അത്തരം കവിതകൾ ഇറക്കാനുള്ള ഒരു സാഹചര്യം ഇപ്പം ആ വിധത്തിലില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ കവിത ഇപ്പോൾ ഒരു പുസ്തകം ഉടനെ തന്നെ ഡി സിക്ക് തന്നെ ഞാൻ കൊടുക്കാൻ പോകുന്നത്. എൻ്റെ പുതിയ പുസ്തകമുണ്ട്. അതിലെ കവിതകൾ ഈ രണ്ട് തരത്തിൽ കവിത ഉണ്ടല്ലോ. നമ്മുടെ പ്രോസ് ഉണ്ടല്ലോ, ഇരിക്കും പ്രോസ് പോലുള്ള കവിത ഉണ്ട്. നമ്മുടെ ഈണത്തിൽ പാടുന്ന കവിതകളായി ഈ സാധാരണ CD-യിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളത്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ ഗദ്യരൂപത്തിലുള്ള കവിതകൾ ഞാൻ എഴുതിയിട്ടുണ്ട് ചിലതൊക്കെ. അപ്പോൾ അത്തരം കവിതകളുടെ ഒരു കളക്ഷനും വരുന്നുണ്ട്. എല്ലാം നമുക്ക് ഈണത്തിൽ പറയാൻ പറ്റത്തില്ല. കാരണം ഒരാളെ നമുക്ക് ഈ ഈണത്തിൽ തെറി വിളിച്ചാൽ അത് തെറിയാണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഒരു വിഷയം പറയുന്നതിനൊരു ഭാഷ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാ ഈണത്തിലുള്ളൊരു കവിത അല്ലാത്തതുകൊണ്ടും ഞാൻ പറയാം. മറുപടി അതാണ്. ഞാൻ എഴുതുന്നില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. നിങ്ങൾ അടുക്കൽ അത് വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അത് ഈ CD-യുടെ പരിപാടി ഇല്ലെങ്കിലും ഇനിയിപ്പോൾ യൂട്യൂബ് നല്ല കച്ചവടമാണെന്ന് പറയുന്നത് ഇനി അതുവഴി ഇറക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പുതിയ കഥ അതിലൂടെ വരും. പനച്ചൂരൻ്റെ കവിതകൾ കൂടുതൽ പ്രശസ്തമായിട്ടുള്ളത് യൂട്യൂബിലൂടെയാണ്. പനച്ചൂരൻ്റെ പേര് അറിയുന്നത് യൂട്യൂബിലൂടെയാണ്. നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ യൂട്യൂബില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്തത്? എനിക്ക് അതൊന്നുമല്ല, യൂട്യൂബൊന്നും ഇല്ലെങ്കിലും ഞാനുണ്ട് ഇവിടെ. 25 വർഷമായി വലയിലൂടെ കിളികളെന്ന കവിത ഞാൻ എഴുതി. കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ട്. എന്നെ കുറച്ച് പേര് കേട്ട് വന്നത് ഒരു പക്ഷേ ഇപ്പോഴായിരിക്കും എന്നുള്ളതാണ്. അത് എഴുത്തച്ഛനെ പോലും കേൾക്കാത്ത ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. വ്യാസൻ ആരാന്നറിയാത്തവരുണ്ട്. പക്ഷേ അവർക്കും എന്നെ അനുപരിചയം അറിയാമെന്നുള്ളതില്ല. എനിക്ക് സങ്കടമാണോ വേണ്ടത്, സന്തോഷമാണോ വേണ്ടതെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ഈ അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ കവി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ കൂടുതൽ എത്തിച്ചേർന്നത് എന്നുള്ളതാണ് സത്യം. നമ്മുടെ ഇപ്പോൾ ഉള്ള വലിയ കവികൾ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. കാരണം ഇപ്പോൾ പാലാ നാരായണൻ നായരുടെ കവിത ആര് പാടും? ഇവിടുന്ന് ഒരാളെന്ന് വന്ന് പാടാം. ഏതെങ്കിലും ഒരു കവിത പറയൂ. ചെമ്മനത്തിൻ്റെ ഒരു കവിത. പക്ഷേ അനിൽ പനച്ചൂരൻ്റെ കവിത നിങ്ങൾക്ക് അറിയാം. അത് ഈ കാലഘട്ടം തന്ന മറ്റവരാരും കവിയല്ലെന്നാണോ? അവർക്ക് യൂട്യൂബില്ല. അല്ല യൂട്യൂബ് ആണോ അങ്ങനെയാണോ പറയണ്ടേ? യൂട്യൂബൊക്കെ ഇന്നലെ വന്നാണ്. ഈ ആകാശകോടാലിയൊക്കെ വരുന്നതിന് മുമ്പ് ഈ പച്ചമണ്ണിൻ്റെ നനവിൽ ഈ എഴുത്തുകാരൊക്കെ നാട്ടുമാവ് പോലെ എവിടെ നിൽക്കുകയാണ്. ആരെങ്കിലും എറിഞ്ഞാലും കമ്പൊടിച്ചോണ്ട് പോയാലും ഊഞ്ഞാൽ കെട്ടി ആടിയാലും ഓടാനൊന്നും പറ്റില്ല. അവിടെ നിൽക്കേണ്ടി വരുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിലും ഞങ്ങളിവിടെ ഉണ്ട്. നിങ്ങൾ പറന്നു വരൂ ഞങ്ങളുടെ അടുക്കലേക്ക്. ഈ പറന്നു വരലാണ് നമ്മളിവിടെ. അങ്ങനെ അതാണ് ഈ സത്യത്തിൽ സദസ്സിൻ്റെ ഗുണം. നമ്മളെല്ലാവരും ഒരുമിക്കണം. ഞാൻ ഈ അടുത്തിടയ്ക്ക് എഴുതിയ ഒരു കവിതയുടെ വരി ഇതാണ്. എന്താണ്? 1 രൂപയുടെ അരി വയ്ക്കുന്ന വീടുകളിൽ നിന്നും എലികൾ കൂട്ടത്തോടെ. ഇപ്പം എത്ര രൂപ സാറേ അരിക്ക്? എനിക്ക് അത്ര പിടിയില്ല.
നാട്ടിലെ കാര്യം പിടിയില്ല. ഓരോ ദിവസം ഓരോ വിലയാണ്. GSTയോ അങ്ങനത്തെ വരുന്നുണ്ട്, എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല, വില മാറും. അതുകൊണ്ടാണ് ഇതിൻ്റെ വരി നിങ്ങളെ പൂരിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറയാം, 1 രൂപയുടെ അരി വയ്ക്കുന്ന വീടുകളിൽ നിന്നും എലികൾ കൂട്ടത്തോടെ 55 രൂപയുടെ അരി വയ്ക്കുന്ന വീടുകളിലേക്ക് പലായനം ചെയ്തു പരനാറികൾ. ഇതാണ് കവിത. കവിയുടെ പേര് അരി. അപ്പോൾ ഇതൊക്കെ നമുക്കൊരു കാസറ്റിൽ പാടാൻ പറ്റില്ല. യൂട്യൂബിലിട്ടാൽ പിന്നെ തീർന്നു, വിമർശനങ്ങൾ ഇപ്പോൾ വരും. ഇപ്പോൾ ഈ ജിമിക്കി കമ്മലിനെ തന്നെ ആരൊക്കെ വിമർശിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് വിമർശിക്കുന്നവരെക്കാളും ഇഷ്ടം ഉറങ്ങുന്ന കുട്ടിയാണ്. നന്നായി